പാലക്കാട്, വയനാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കഴിഞ്ഞ തവണ 2021 UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ 5 ഇരട്ടിയാണ് ഭൂരിപക്ഷം വർദ്ധിച്ചത്. അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അവർ ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ പോലും 4590 വോട്ട് കുറഞ്ഞു. 10671 വോട്ടാണ് ആകെ മൊത്തം ആ മണ്ഡലത്തിൽ അവർക്ക് കുറഞ്ഞിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ഏത് വിധത്തിലും ജയിപ്പിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരും ചേർന്ന് നടത്തിയ സകല കളികളെയും ജനം പരാജയപ്പെടുത്തുകയും ഈ കേരള സംസ്ഥാനത്ത് ജീവിക്കുന്ന ഉത്ബുദ്ധരായ ജനങ്ങളെ അത്തരം നികൃഷ്ടമായ രാഷ്ട്രീയ താല്പര്യങ്ങളോടൊപ്പം നിൽക്കാൻ കിട്ടുകയില്ല എന്നീ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ കർണാടക ഉപതെരഞ്ഞെടുപ്പ്, പശ്ചിമ ബംഗാൾ ഉപതെരഞ്ഞെടുപ്പ്, അതുപോലെ സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ്, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ വിജയം വരിക്കാൻ ഇന്ത്യ മുന്നണിക്കും അവരുടെ സഖ്യകക്ഷികൾക്കും സാധിച്ചിട്ടുണ്ട്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥിതി നോക്കിയാൽ അവിടെ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ 1/3 അവരുടെ ഭൂരിപക്ഷം കുറഞ്ഞു. തോറ്റുവെങ്കിലും UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് 8611 വോട്ടുകൾ അധികം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആകെ ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് കുറഞ്ഞത് 18588 വോട്ടാണ്. ഇതൊക്കെ സംസാരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ മതിപ്പില്ലായ്മയും മാന്യതയില്ലാത്ത സംസ്കാരരഹിതമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെക്കുറിച്ചും രാഷ്ട്രീയം പറയാത്ത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തേണ്ടതാണ്. ഈ വിജയം വാസ്തവത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും സഹായകരമായൊരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ജാർഖണ്ഡ് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചുവെങ്കിൽ മഹാരാഷ്ട്ര ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയം പരിശോധിക്കപ്പെടേണ്ടുന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. മഹാവികാസ് അഘാഡി വൻതോതിലുള്ള പരാജയമാണ് ഏറ്റുവാങ്ങിയത്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്ത്യ മുന്നണി പൊതുവെ ആവശ്യമായ പരിശോധനകൾ മൊത്തം ഇന്ത്യയെക്കുറിച്ച് നടത്തേണ്ടതും ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നണിക്ക്, അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും കൂടുതൽ ഒരുമിച്ച് ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ ആവശ്യമായ അടിയന്തര പദ്ധതികൾ തയ്യാറാക്കാൻ ഇന്ത്യ മുന്നണി മുന്നോട്ട് വരണമെന്നാണ് അക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം.